എന്തിനാ എന്റെ മോള് കരഞ്ഞ്? കല്യാണം എന്നൊക്കെ പറഞ്ഞ എപ്പോഴായാലും വേണ്ടതല്ലേ? കുറച്ച് വിഷമം ഉണ്ടാവും, അതൊന്നും സാരമില്ല. നല്ല ഭർത്താവും നല്ല കുടുംബവും ഒക്കെ ആകുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ നീ എവിടെ പോയാലും അച്ഛന്റെ മോളല്ലേ, ഞങ്ങളൊക്കെ എപ്പോഴും നിന്റെ ഓടില്ലേ? പ്രശ്നമൊന്നുമില്ല മാഡം. എന്ത് പ്രശ്നം? അല്ല, എന്റെ ബില്ലിന്റെ കാര്യം. മാഡം ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുമ്പോ ടെൻഷനാ. ഞാൻ ഇന്നലെ മിസ്റ്റർ ഹരീന്ദ്രന്റെ വീടിന്റെ മുമ്പിൽ കൂടെ പോയായിരുന്നു. എന്തിന്? വെറുതെ. ടൗണിലേക്ക് പോകുമ്പോ റോഡ് ബ്ലോക്ക്. ചുറ്റിക്കറങ്ങി പോയത് ആ വഴിക്കാ. ഡ്രൈവറാണ് വീട് കാണിച്ചെന്നത്. ബില്ലിന്റെ കാര്യം? ആ വലിയ വീടിന്റെ മുന്നിൽ സാരി ഉടുത്തൊരു പെണ്ണിനെ കണ്ടിരുന്നു. ഹൗസ് ഓണറുടെ മോളായിരിക്കും അല്ലേ? ആയിരിക്കും. മിസ്റ്റർ മേനോന് 2 പെൺകുട്ടികൾ കൂടി ഇല്ലേ? അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് മാഡം. കള്ളം. ഒരാൾ കമ്പ്യൂട്ടർ സയൻസിനും ഒരാൾ ഫസ്റ്റ് PDCക്കും. ഇതൊക്കെ ആര് പറഞ്ഞു? ആരോ ആവട്ടെ, ശരിയല്ലേ? എനിക്കിതൊക്കെ അന്വേഷിക്കാൻ എവിടെ നേരം? മാഡം ബില്ലിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. മിസ്റ്റർ ഹരീന്ദ്രന്റെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ. എന്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്ന് കണ്ടാൽ നേരെ അക്കൗണ്ട്സിലേക്ക് വിട്ടേക്കാം. പോരെ? താങ്ക് യു. ട്രിവാൻഡ്രത്തേക്ക് എന്നാ പോകുന്നത്? നാളെ പുലർച്ചയ്ക്കുള്ള വണ്ടിക്ക്. അവിടെ എന്റെ ചേട്ടനുണ്ട്, ടെലിഫോൺസിലാ. ഞാൻ വിളിച്ചു പറയാം ഹരി വന്നൊന്ന് കാണാൻ. ഒന്ന് കാണുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ഇതെന്റെ ചേട്ടന്റെ ഫോൺ നമ്പറാ. താമസിക്കുന്നത് എവിടെയാന്ന് വെച്ചാ ഫോൺ ചെയ്ത് പറഞ്ഞാ മതി. എന്റെ ബില്ലിന്റെ കാര്യം എനിക്ക് മനസ്സമാധാനത്തിന് പോകലല്ലേ? ഹരിയുടെ നക്ഷത്രം ഏതാ? ഉത്രട്ടാതിയോ പൂരുരുട്ടാതിയോ അങ്ങനെ എന്തോ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കത്ര തീർച്ച പോരാ. വാരഫലം നോക്കുമ്പോ ഏത് നക്ഷത്രമാണോ നല്ലത് അതാണ് ആഴ്ചയിൽ എന്റെ നക്ഷത്രം. ഇതെന്തിനാ ഇപ്പൊ അലാറം അടിക്കുന്നു? അതാ ഞാനും നോക്കുന്നത്. കാലത്ത് 4 മണിക്കാണല്ലോ ഞാൻ അലാറം വെച്ചത്. ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ മാത്രം ശ്രദ്ധ വേണം. വേടാ, കൃത്യസമയം നോക്കി അലാറം വെക്കല. ഇപ്പൊ ഓക്കെ. എന്നെ എന്തിനാ നോക്കുന്നത്? ചേട്ടൻ ഇപ്പൊ എന്നെ ഉപദേശിച്ചില്ലേ, ഇനി ഞാൻ ചേട്ടനെ ഉപദേശിക്കാം. കാശ് കൊടുത്തൊരു സാധനം വാങ്ങുമ്പോ ആ സാധനം ഉപയോഗയുക്തമാണോ എന്ന് പരിശോധിച്ച് വാങ്ങണം. ഭാഗ്യത്തിന് ടൈം പീസ് വാങ്ങിയ ഞാനല്ല. ഓ, കാലത്ത് എഴുന്നേക്കാൻ ഞാൻ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഇന്ന് രാത്രി ഉറങ്ങണ്ട. കാലത്ത് 4 മണിക്ക് കുളിച്ച് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ. വണ്ടിയിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങാലോ. അത് വേണ്ട, നീ ഇന്ന് ഉറങ്ങണ്ട. 4 മണിക്ക് എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് നിനക്ക് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. അത്രയ്ക്ക് സുഖം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യും, ചേട്ടൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വിട്ടോ. പ്ലാറ്റ്ഫോമിൽ നല്ല ഫസ്റ്റ് ക്ലാസ് ബെഞ്ചുകൾ കാണും, അതിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. 4:30-ക്കുള്ള വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉണരാലോ. നേരെ വണ്ടി ചാടി കയറി പോവുകയും ചെയ്യാം. ആരാ നോക്ക്? എടാ, വാതിൽ തുറന്ന് ആരാന്ന് നോക്കാൻ. ഞാൻ ഷട്ടപ്പ്, ചേട്ടൻ ഓപ്പൺ. എന്താ ഈ നേരത്ത്? വെറുതെ. കോൺട്രാക്ടർ കിടന്നോ? ഇല്ല, എനിക്ക് നാളെ പുലർച്ചക്കുള്ള വണ്ടിക്ക് തിരുവനന്തപുരത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കായിരുന്നു. ഏതായാലും സാറിനെ കണ്ടത് നന്നായി. ബില്ല് മാറി കിട്ടാൻ താമസിച്ചാൽ എനിക്ക് കുറച്ച് ദിവസം അവിടെ തങ്ങേണ്ടി വരും. അപ്പോ മോളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. അതിപ്പോ കുറച്ച് നേരത്തെ വന്നാലും പറ്റില്ല. അതെന്താ? കല്യാണം മുടങ്ങി. എല്ലാം ഒരുക്കി കഴിഞ്ഞ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തു, വരുന്നവർക്ക് താമസിക്കാൻ മുറികൾ ഏർപ്പാടാക്കി, സ്വർണം ഏൽപ്പിച്ചു, സദ്യക്കുള്ള സാധനങ്ങൾ അടക്കം വാങ്ങി. പക്ഷെ ഇന്നൊരു ബോംബ് വീണു, ഒരു ആറ്റൻ ബോംബ്.